ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ 160 വർക്കിന് വേണ്ടി ഇടുന്നത്. നമുക്ക് മെയിനായിട്ട് അതിനകത്ത് പറഞ്ഞാണ് പറഞ്ഞത് ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് മാറ്റാം. പിന്നെ ഫ്രണ്ട് ഇൻഡിക്കേറ്റർ ചെക്കപ്പ്, ഒരു സൈഡ് തെളിയുന്നില്ല, റൈറ്റ് സൈഡിലത്തെ. വാട്ടർ സർവീസ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓയിൽ ലീക്ക് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു മിസ്സിങ് കംപ്ലയിൻറ്റ് പറയണ്ട, വണ്ടി ഒരു പതുങ്ങണ പോലെ, ഒരു പതിയുന്ന പോലത്തെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി, മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുന്നത് ഓൾറെഡി കാർബറേറ്ററുമായി റിലേറ്റഡ് ആയിട്ട് വന്ന കംപ്ലയിൻറ്റാണ്. കാർബറേറ്റർ അസംബ്ലി ഇതുമ്പോൾ പുതിയത് വെച്ചേക്കാണ്. പക്ഷേ കാർബറേറ്ററിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഓടിക്കുമ്പോൾ തോന്നുന്നത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഒരു റിയാക്ഷനാണത്. ശരിക്കും എത്തനോൾ മിക്സഡുള്ള പെട്രോൾ ആകുമ്പോൾ പുതിയ കാർബറേറ്റർ ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ വന്ന ജെറ്റുകളൊക്കെ ബ്ലോക്ക് വരുമ്പോഴാണ് ആ പ്രോബ്ലം കാണിക്കുക. നമ്മൾ പഴിച്ച് ക്ലീൻ ചെയ്യാൻ നിന്നാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഓവർഫ്ലോ കംപ്ലയിൻറ്റ് വരും. കാർബറേറ്ററിന് ഈ പറഞ്ഞ രീതിയുടെ ഓവർഫ്ലോ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കാർബറേറ്റർ അസംബ്ലി വീണ്ടും മാറ്റി വയ്ക്കേണ്ട സിറ്റുവേഷൻ വരും. എന്നാൽ അതിനുള്ള മിസ്സിങ് പ്രോബ്ലം നമ്മൾ ഓടിക്കുമ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ തൽക്കാലം വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഒരു രക്ഷയില്ലാത്തൊരു കണ്ടീഷൻ വന്ന സമയത്ത് മൊത്തം കാർബറേറ്റർ അഴിക്കണമായിരിക്കും നല്ലത്. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു 10 വണ്ടി അഴിച്ചാൽ അതിനകത്ത് ഒരു 8 വണ്ടിയുടെയും കാർബറേറ്റർ രണ്ടാമത് നമ്മൾ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്ന സമയത്ത് ഓവർഫ്ലോ വരും, മാറ്റി പുതിയത് വെക്കേണ്ടി വരാറുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ഒരു രക്ഷയില്ലാത്തൊരു കണ്ടീഷൻ വരുമ്പോൾ, മിസ്സിങ്, സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്, അങ്ങനത്തെ ഓടിക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരുമ്പോൾ പിന്നെ വേറെ മാർഗ്ഗമില്ല, നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്ത് നോക്കാം. ഓവർഫ്ലോ എന്തെങ്കിലും വന്നാൽ ആ സമയത്ത് മാറ്റി പുതിയത് വെക്കാം, വേറെ ഓപ്ഷനില്ല. കാരണം ഇപ്പോഴത്തെ ഒരു പെട്രോളുമായി ബന്ധപ്പെട്ടത് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് കേട്ടോ. അതായത് BS6 മോഡൽ വണ്ടികൾക്ക് കുഴപ്പമില്ല. ആ വണ്ടികൾ ഫ്യൂൽ ഇഞ്ചക്ടറാണ്, കാർബറേറ്റർ അസംബ്ലി അല്ല. അപ്പോൾ അതുകൊണ്ട് ആ മോഡൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് ഈ കാർബറേറ്ററിന് കംപ്ലയിൻറ്റ് വന്ന പോലെ അത്ര പെട്ടെന്ന് അതിന് വരാറില്ല. അതിൻ്റെ ഇഞ്ചക്ടറൊക്കെ കംപ്ലയിൻറ്റ് വന്നത് നമ്മൾ അത്രയും ദിവസം ഉപയോഗിക്കാണ്ടൊക്കെ ഇരിക്കുമ്പോഴാണ് സാധാരണ കംപ്ലയിൻറ്റ് വരാറ്. കാർബറേറ്ററിനെ അപേക്ഷിച്ച് കംപ്ലയിൻസിൻ്റെ റേഷ്യോ കുറവാണ് ഫ്യൂൽ ഇഞ്ചക്ഷനിലേക്ക് വരുന്നത്. പക്ഷേ ഈ മോഡൽ വണ്ടികളുടെയൊക്കെ ഒട്ടുമിക്ക വണ്ടികളും കംപ്ലയിൻസ് ആണ് കേട്ടോ. അപ്പോൾ പരമാവധി അഡ്ജസ്റ്റ് ചെയ്യുക, നമ്മളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കുക, ആ രീതിയിൽ ഉപയോഗിക്കുക. ഒരു രക്ഷയില്ലാണ്ട് വരുമ്പോൾ മാത്രം അഴിച്ചാൽ മതി കേട്ടോ. പിന്നെ ഇൻഡിക്കേറ്റർ കംപ്ലയിൻറ്റ് വന്നാൽ നമുക്ക് അതിൻ്റെ ബൾബ് പോയേക്കണതാണ്. പിന്നെ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ജനറൽ സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഫുള്ളായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തൊട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. പുതിയ ലൈനറാണ്, ഹോണ്ട ഒറിജിനൽ കമ്പനി ലൈനറാണ് കിടക്കണം കേട്ടോ. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. ഹബിൻ്റെ ഭാഗം ചെക്ക് ചെയ്തു, ഹബിനകത്ത് കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ നേരടിച്ച് ക്ലീൻ ആക്കിയിടാം. ഹബിന് വേറെ കംപ്ലയിൻ്റ് ഇല്ല. വീൽ ബെയറിംഗ് ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഇല്ല. ടയർ കണ്ടീഷനാണെങ്കിൽ അത്യാവശ്യം ഉണ്ട് ഉപയോഗിക്കാനായിട്ട്. പിന്നെ ബാക്ക് വീൽ അഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഈ വീലിൻ്റെ ഡാമ്പർ റബ്ബർ സെറ്റ് പൊട്ടി കിടക്കുന്നുണ്ട്, അതൊന്ന് മാറ്റിയിട്ടേക്കാം. ചെയിൻ പുതിയ ചെയിൻ വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ ചെയിൻ ഒന്ന് ഗ്രീസൊക്കെ ഇട്ടിട്ട് ഒന്ന് ചെയിൻ ടൈറ്റ് ചെയ്തിടാം, വേറെ കുഴപ്പമില്ല. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററിനെ കിടക്കണേ. ചെറുതായിട്ട് പൊടിയുണ്ട്, നമുക്ക് മാറ്റേണ്ട ടൈമായിട്ടൊന്നുമില്ല. നമുക്കത് തൽക്കാലം ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് 2025 ബാറ്ററിയാണ്, ആമറോണിൻ്റെ ബാറ്ററിയാണ്. ഞാൻ അതും കൂടി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. വാറണ്ടി പീരീഡിലുള്ള ബാറ്ററി ആണെങ്കിൽ കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. വോൾട്ട് നമുക്ക് 13 വോൾട്ട് വരെ കിട്ടുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴായാലും 9.70. അപ്പോൾ നിലവിൽ ബാറ്ററിയുടെ ഭാഗത്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. അത് കൂടാണ്ട് വണ്ടിക്ക് ഓയിൽ ലീക്കിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് 2 ഭാഗത്ത് ഓയിൽ ലീക്ക് ഉണ്ട്. ഒന്ന് നമുക്ക് ഇവിടെ ന്യൂട്രൽ സ്വിച്ചിൻ്റെ ഇവിടെ ഓറിങ് ലീക്കായിട്ട് തീക്കട ഒഴുകി താഴേക്ക് വരുന്നുണ്ട് ഈ ഭാഗത്തേക്ക്. അപ്പോൾ നമുക്ക് ഈ ന്യൂട്രൽ സ്വിച്ച് അഴിച്ചിട്ട് ഓറിങ്ങായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഓറിങ്ങായിട്ട് മാറ്റാം. ചിലപ്പോൾ ചില കേസിൽ ഓറിങ്ങും സ്വിച്ചും കൂടി ഒരുമിച്ചാണ് വരാറ്. അപ്പോൾ അങ്ങനെയാണ് വന്നതെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ മാറ്റേണ്ടി വരും കേട്ടോ. അപ്പോൾ സ്വിച്ചും ഓറിങ് അടക്കം പറഞ്ഞ കിറ്റിൻ്റെ എമൗണ്ടാണ് ഞാൻ അത് കാണിക്കുക. ഓറിങ് മാത്രം മതി എന്ന് കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10 രൂപയ്ക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂട്ടത്തേക്ക് നമുക്കത് മാറ്റിയിടാം. പിന്നെ അത് കൂടാണ്ട് ഒരു ഓയിൽ ലീക്ക് ഉണ്ട് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്താണ്. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടാങ്ക് അടക്കം ഫുള്ളായിട്ട് അഴിച്ചേക്കണത്. അതിൻ്റെ ഹെഡിൻ്റെ ഇവിടുത്തെ ഓറിങ് പോയിട്ട് ഇവിടെയും ലീക്കേജ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഓറിങ്ങുകളാണ്. ഇതിൻ്റെ ഉള്ളിലും വന്നതൊരു ഓറിങ് ഗ്യാസ്കറ്റാണ്. അപ്പോൾ അതും കൂടി നമുക്ക് മാറ്റി റീസെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ സ്പാർക്ക് പ്ലഗ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തിക്കുള്ള പ്ലഗ് മാറ്റിയിട്ടാൽ മതി. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഇൻഡിക്കേറ്റർ, ഈ സൈഡ് ഇൻഡിക്കേറ്ററിൻ്റെയാണ് ബൾബ് പോയേക്കണേ, അപ്പോൾ അത് മാറ്റിയിടണം. ഫ്രണ്ട് ബ്രേക്ക് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചാണ്. ബ്രേക്ക് പാഡ് കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് പാഡ് ഏകദേശം ഒരു 95% തീർന്നൊരവസ്ഥയാണ്. ഇതാണ് എൻ്റെ ഇൻഡിക്കേഷൻ ലൈനാണത്. ഇതിൻ്റെ ലെവലിലേക്ക് വരുമ്പോഴത്തേക്ക് മാറ്റണം എന്നുള്ളതാണ്. ഇത് ഏകദേശം ഒരു അല്പം കൂടി ഉണ്ട്, പക്ഷേ ഇത് തൽക്കാലത്തേക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാമെന്ന് മാത്രം. കാരണം ഏകദേശം അതിൻ്റെ ലൈനോട് ആയിട്ടുണ്ട്. അത് തീർന്ന മട്ടിലേക്കാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നിസ്സാരം കൂടി ഓടുമ്പോഴത്തേക്ക് ആ ലൈൻ മാഞ്ഞു കൊടുക്കും. പിന്നെ പ്ലേറ്റ് കയറിയിട്ട് ഡിസ്കുമ്പോൾ കയറി പിടിക്കാൻ തുടങ്ങും. അപ്പോൾ എപ്പോഴും സേഫ്, നമുക്ക് അടുത്ത സർവീസ് വരെ എന്തെങ്കിലും കിടക്കില്ല. ബ്രേക്ക് പാഡ് ഇങ്ങനെ കാണിക്കുമ്പോൾ കൈയോടെ മാറ്റി കളയാനാണ് ബെറ്റർ കേട്ടോ. പിന്നെ ബ്രാക്കറ്റ് അഴിച്ച് ഗ്രീസ് ചെയ്യുമ്പോൾ കൂട്ടത്തിക്കിടം ആ റബ്ബർ മാറ്റി റീസെറ്റ് ആകുന്നുണ്ട്. പിന്നെ വണ്ടി ചെറുതായിട്ട് ഗട്ടറിലൊക്കെ ചാടുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു ഇളക്കം ഫ്രണ്ട് സൈഡിൽ നിന്ന് കാണിക്കുന്നുണ്ട്. അത് കോൺസെറ്റിൻ്റെ ആണ്, തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ബെയറിങ്ങാണ്. അപ്പോൾ അത് നമ്മൾ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലത്തെ ഡിസ്ക് ബ്രേക്കിൻ്റെ ലിവർ ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ പിടിക്കുന്ന സമയത്ത് നേരെ ഇതിൻ്റെ താഴേക്ക് പോകണേ. അലൈൻമെൻറ്റ് ചെറിയൊരു ബെൻഡ് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം കേട്ടോ. അത്രയാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം ചെയ്യേണ്ട വർക്കിൻ്റെ. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം.
കാർബറേറ്റർ ടെസ്റ്റ് ഞാൻ വീണ്ടും പറയുന്നു, നമുക്ക് മിസ്സിങ് കാര്യമായിട്ടുള്ള പ്രോബ്ലത്തിലേക്ക് ഇപ്പോൾ നിലവിലെത്തിയിട്ടില്ല. പരമാവധി ഉപയോഗിക്കുന്നതാണ് ബെറ്റർ. സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ്, മിസ്സിങ്, ഓവർഫ്ലോ ഇത് എന്തായാലും വരും നമ്മുടെ വണ്ടിക്ക്. കുറച്ച് ഡ്യൂറേഷൻ താമസം വരുമെന്നൊക്കെ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്താൽ ചിലപ്പോൾ ഇന്ന് തന്നെ വന്നു വരും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ മടി പറയണതിൻ്റെ കേസ്. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറയാം. അപ്പോൾ ഏത് രീതിയിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ നമുക്ക് ചെയ്യാം. ബാക്കിയത്തെ ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ ഇടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടുള്ളൂ. ഓക്കെ.